ഹായ് നന്ദൂസ് സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നാളെയാണ് അച്ചാച്ചൻ്റെ അടിയന്തരം. നമ്മൾ ഇന്ന് പോവാണ്. ഏട്ടൻ്റെ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാണ്. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. നമുക്ക് വേറെ 2-3 കാര്യം കൂടി ഉണ്ട് പോണ വഴിയിൽ. രാവിലെ ഇറങ്ങണമെന്ന് വെച്ചാണ്, അത് നടന്നില്ല. സാധാരണ പോലെ തന്നെ എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടാണ്. ഭയങ്കര ലേറ്റായി. പിന്നെ അതിൻ്റെ ഇടയിൽ കുളിക്കാൻ എന്നിട്ട് തലയിൽ എണ്ണയൊക്കെ തേച്ചായിട്ട് നിന്ന സമയത്ത് കറണ്ട് ഉണ്ടായില്ല. കറണ്ട് പോയി. അപ്പോൾ വെള്ളമൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെയും കുറേ നേരം പോയി. എന്തുട്ടാ ചെയ്യണേ? ആ ബുക്കിരുന്നോട്ടെ, അതേട്ടൻ്റെ ബുക്കല്ലേ. അത് ഞാൻ വീട് അടച്ചു. ഓ, അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കാറ് സർവീസിന് കൊടുക്കണം. അപ്പം അച്ഛനമ്മയും അവിടേക്ക് വന്നിട്ട് എടുക്കൂട്ടെ. ഞങ്ങളെ കാറ് സർവീസിന് കൊടുക്കണോടത്തേക്ക് അച്ഛനമ്മയും വരും. അവിടെ നിന്ന് അങ്ങനെ പോകണം. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. വയ്യായ മാറിയിട്ടില്ല. ആ ഹീറോനെ അമ്മമ്മയുടെ അവിടെ ആക്കണം. അപ്പോൾ പോവാം നമുക്ക്. തലമുടി ഒന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ, കുളിച്ചിട്ട്. അതാണ് ഇങ്ങനെ അയച്ചിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. വയ്യാണ്ടായിട്ട് ആകെ വയ്യ. മറ്റേ ചെരുപ്പൊക്കെ എടുക്കട്ടെ. അപ്പം ഇനി പോണ വഴിത്തെ വിശേഷങ്ങൾ കാണാം. ഇപ്പോൾ ഒരു 4 മണി. സത്യം പറഞ്ഞാൽ അവർ വന്ന് നിൽക്കണം കുറേ നേരമായിട്ടാ. ഞങ്ങൾക്ക് എൻ്റെ വേറൊരു കാര്യം ഉണ്ടായ കാരണം അങ്ങനെ സമയം പോയി. ഏട്ടൻ ഒരു വർക്കിന്റെ കാര്യത്തിൽ ഒരു വീട്ടിൽ കയറി സംസാരിക്കാനുണ്ടായി. അങ്ങനെ സംസാരിക്കാൻ കയറി കുറച്ചേരം വൈകി പോയിട്ടാ. അതുകൊണ്ട് തന്നെ അവര് കുറെ നേരം വെയിറ്റ് ചെയ്യണു. അവര് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് മുന്നേ അവര് പാങ്ങള് ചാവക്കാട് എത്തിയിട്ടുണ്ടായതാ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വശം അവിടെ എത്തിയിട്ടുണ്ടായി. ഞങ്ങള് കുറെ നേരമായി വൈകി. എന്റെ സൗണ്ടൊക്കെ പോയിട്ട് ഒട്ടും സൗണ്ട് ഇല്ലാണ്ടായി. ഇന്ന് രാവിലെ എണിച്ചപ്പൊട്ട് ഭയങ്കര സൗണ്ടിന്റെ ഡിഫറൻസ്. ഞാനാണ് മരുന്നെടുക്കാൻ മറന്നുപോയി. ചുമര മരുന്നെടുക്കാൻ മറന്നു. വാങ്ങണം. അപ്പൊ ഞങ്ങൾ ഇനി എത്താൻ അത്ര ദൂരം ഇല്ല അല്ലേ? തൃപ്രയാറ് എത്തിയോ? തൃപ്രയാറ് കഴിഞ്ഞോട്ടോ. അപ്പൊ ഞാൻ അതില്ല, ഒരു 2-3 സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ അല്ലേ? എന്തായാലും പെട്ടെന്ന് ഏട്ടൻ, പിന്നെ ഏട്ടൻ്റെ വൈകിയ കാരണമാണ് നല്ല ഭയങ്കര സ്പീഡിലൊക്കെ വിട്ടെത്തി. എത്താറായിട്ടാ. ഇനി എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. എന്റെ എനിക്ക് എന്നെ സംസാരിക്കുമ്പോൾ എന്റെ സൗണ്ട് തന്നെ ആയിട്ട് തോന്നുന്നില്ല. ഈ വീഡിയോയിൽ എന്തോ ഭയങ്കര ഡിഫറൻസ് തോന്നുന്നു. എന്റെ സൗണ്ട് മാറി കാരണം നമ്മുടെ സൗണ്ട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ സൗണ്ട് തന്നെ സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. വേറെ എന്തോ ഒരു സൗണ്ട് ഉണ്ട്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ചൊക്കെ എടുത്തോളൂ. നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ വീട്ടിൽ വന്നിട്ടാ. ഇത് വീട്ടിലുള്ള ഡ്രസ് ഇട്ടാലും സമാധാനമാവണം. ഇവിടെ ഒരാൾ എന്നെ നോക്കിയിരിക്കുന്നത് ഉണ്ട് അവിടെ കാത്തു. അപ്പൊ അങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് അല്ലേട്ടാ? അതെ. അപ്പൊ ഹാപ്പിനെസ്സിലിരിക്കാണ്. ഇനി ഡ്രസ്സൊക്കെ മാറി കുറച്ചേരം റെസ്റ്റ് ഇരിക്കണം. സത്യം പറഞ്ഞാ വയ്യ. വൈകിട്ട് പനിയൊക്കെ തുടങ്ങി. വയ്യ. കുണുക്ക് ഇവിടെ നിക്കുന്നുണ്ട് കേട്ടാ എന്നെ നോക്കിയിട്ട്. കേട്ടാ ഇവിടെ നിക്കണ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടപ്പനായിട്ട് അല്ലേ? മലക്ക് പോയി വന്നിട്ടാണ് കുട്ടിപ്പോ തടി വെച്ചത് അല്ലേ? അപ്പൊ ഇനി മരുന്നൊക്കെ കഴിച്ച് ചേർക്കണം. കാത്തു എന്റെ ഇതാരാ കാത്തു? വീഡിയോ എടുക്കുന്നതാരാ? ആരാ? പാപ്പ. പാപ്പ വെച്ചേ. അച്ചാച്ചൻ. അച്ചാച്ചല്ലേ? ആരാ പിന്നെ പറഞ്ഞു കൊടുത്തേ?
പാപ്പല്ലേ? പാപ്പനല്ലേ? മുത്തച്ഛനാ? ആരാ? നമ്മുടെ ചക്കമ്മ വന്നിട്ടാ അല്ലേ? ചക്കമ്മ വന്ന് എന്റെ അമ്മ ചക്കമ്മ വന്ന് വെച്ചിട്ട് ലോഷമശ പിടിച്ചിട്ടോ ചേച്ചിക്ക് അമ്മേ ചക്കമ്മ പിന്നെ നമുക്ക് ഇങ്ങനെ എപ്പോഴും വന്നോണ്ടിരിക്കും അല്ലേട്ടാ. പിള്ളേർക്കും ഓടിക്കുന്നുണ്ട്, പിള്ളേർക്ക് അപ്പൊ അവളുള്ള ഫ്രണ്ട്സിനും ഓടിക്കുന്നുണ്ട്. ചേട്ടനൊന്നില്ലേ അവിടെ ഇരിക്കല്ല. ഇതാ ഇത് ഫ്രണ്ട് ക്യാമറ കുടിക്കണ കാണില്ലേ? ഇതാ ഇത് ഇത് കട്ട്. അപ്പൊ ഈ ഡ്രസ്സൊക്കെ മാറ്റി എന്നിട്ട് കാണാല്ലേ? അല്ല ഇങ്ങനെ ചേകിച്ച് കളിച്ചാണ് കുടിക്കാനട്ടെ നമുക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഉമ്മ തന്നാണ് അല്ലേ? ചെക്കമ്മ ഇങ്ങനെ ഉമ്മ തന്നോണ്ടിരിക്കും. അപ്പൊ ഇനി കൊച്ചേരം റെസ്റ്റ് എടുക്കണോ? സത്യം പറഞ്ഞ വയ്യാതിരുന്നിട്ട് എനിക്ക് റെസ്റ്റ് ഒന്നും കിട്ടിയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഓട്ടങ്ങളായിരുന്നു ഇവിടെ കൂടുതലും, പണികളല്ലായിരുന്നു. പുറത്തേക്ക് പോലും ഓട്ടങ്ങളായിരുന്നു. അപ്പൊ ഇനി 2 ദിവസം സമാധാനം റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുക്കണേക്കാണെങ്കിൽ നമ്മളെ പിള്ളേരെ ചെറുപ്പിക്കല് കളിക്കുന്നത് കാരണം നമ്മുടെ വയ്യായ ഒന്നും അറിയുന്നില്ല സത്യം പറഞ്ഞ. വാപ്പസൊക്കെ കാണിക്കുന്നില്ല. അപ്പൊ ഇവരെ ഉള്ള സംസാരം കാര്യങ്ങളാണ് നമ്മുടെ വയ്യായൊക്കെ മാറിപ്പോകുന്നുണ്ട് അല്ലേ ചക്കമ്മ? അപ്പൊ ബഡ്സ് വേണം. ഇപ്പൊ ചേട്ടൻ എന്തൊക്കെ വേണമെന്നാണ് അവര് ചോദിക്കുന്നത്. ചുണ്ട് പൊട്ടി എന്താ ചേട്ടന്റെ ചുണ്ട് പൊട്ടി. ചേട്ടന്റെ നോക്കാൻ മാത്രം എനിക്ക് നേരമുള്ളൂ, ചേച്ചിയുടെ നോക്കാൻ കുറച്ച് നേരമുള്ള ഉണ്ടായിരിക്കും. ചേട്ടന്റെ നോക്കലാണ് അവരുടെ മെയിൻ പരിപാടി. പിന്നെ ഞാൻ കല്യാണം കഴിയാണ്ട് മുന്നേ വരെ എന്നെ കുഞ്ഞാന്നൊക്കെ വെച്ചത്. ഇവിടെ വന്നാണ്ടാണ് കുഞ്ഞു ചേച്ചിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെയുള്ള പിന്നെ അധികം നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ വന്നപ്പോ ആരും മൈൻഡിന്റെ മാറിപ്പോയി, വീഡിയോ എടുക്കാൻ വിട്ടുപോയി അല്ലേ? ഏട്ടന് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയിട്ടാ. ഇനി നാളെ ഒക്കെ എടുക്കാല്ലേ ചക്കമ്മ? അപ്പൊ ഇനി ബാക്കി വീഡിയോസ് ഒക്കെ നാളെ ഒക്കെ എടുക്കാം. അപ്പൊ ബാക്കി വീഡിയോസ് ഒക്കെ നാളെ എടുക്കാല്ലേട്ടാ? അപ്പൊ കട്ട് ചെയ്തോ? ഞാൻ അങ്ങോട്ട് പോകണ്ടോടാ? അങ്ങോട്ട് പോകണ്ട? ചെലപ്പോ തറവാട്ടിക്കൊന്ന് പോണട്ടാ. ചെലപ്പോ അങ്ങോട്ട് പോവും. ഇതാരുടെ വാച്ച? കുണുക്കന്റെ വാച്ചൊക്കെ കുണുക്കൻ ചേട്ടന് കെട്ടി കൊടുക്കുന്നുണ്ട്. ചേട്ടന് ഭാഗാണോ? കുണുക്കന്റെ ചേട്ടന് സെയിം പ്രായ നമ്മൊരേ ഏജല്ലേ? സെറ്റല്ലേ? നല്ല ഉറക്കൊക്കെ ഉറങ്ങി എലിച്ചു കിട്ടാ. ഇനി പല്ലേക്കണം. ഏട്ടൻ പല്ലേച്ചാ? അവിടെ നടക്കണം. പേസ്റ്റ് ഇതിന് വെള്ളിട്ടുണ്ട്. അപ്പൊ എനിക്ക് തീരെ വയ്യ. രാവിലെ വെച്ചപ്പോ തൊണ്ട സൗണ്ടൊക്കെ പോയി. ഇതുപോലെ രാത്രി തൊട്ട് ഭയങ്കര തൊണ്ടവേനാട്ടാ. ഇനി ഒന്നുകൂടി ഡോക്ടറെ കാണിക്കണം. എന്റെ വയ്യായ മാവില്ല. ഞാനുള്ള മരുന്നാണെങ്കിലും എടുക്കാൻ മറന്നു, വീട്ടിൽ വെച്ചു. അപ്പൊ ഇനി എന്തായാലും ഇന്ന് ഇവിടെ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കണം, അല്ലാതെ ഇത് രക്ഷയില്ല. ഇപ്പൊ ഒരാഴ്ചയല്ലേ എനിക്ക് അസുഖം വന്നിട്ട്, ഒരാഴ്ചയായി മാറണില്ല. ഇപ്പൊ കൂടി തുടങ്ങി, ഭയങ്കര തൊണ്ടവേന, സഹിക്കാൻ പറ്റാണ്ടേ. ഏട്ടൻ്റെ അത്യാവശ്യം കുറഞ്ഞു. അത് ഏട്ടൻ കറക്റ്റ് മരുന്ന് കഴിച്ച് കറക്റ്റ് ശ്രദ്ധിച്ചു. ഞാൻ മരുന്ന് കഴിച്ചില്ല, അത് എടുക്കാനും മറന്നു. കഴിക്കാന്ന് വെച്ചാൽ എടുക്കാനും മറന്നു. അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് വീഡിയോ സംസാരിക്കുമ്പോ ഞാനെല്ലാം തോന്നിപ്പോണു. സൗണ്ടില് ഭയങ്കര ക്ഷീണവും, മുഖത്തില്ലേ
എനിക്കാണെങ്കിൽ ഏറ്റവും പ്രശ്നം ഈ പനിക്ക് കണ്ണുമ്പോ 2 കണ്ണുമ്പോ പീലി നിറച്ച് കെട്ടുക. ഇവിടെയാണല്ലോ നല്ല തണുപ്പും. ഇന്നലെ കിടന്നപ്പോൾ റൂമിൽ നല്ല തണുപ്പുണ്ടായി. ഇപ്പൊ 9 മണി 9:30 ആയി. അതായത് കാറ്റ് വീശുമ്പോ തണുപ്പ്. ഇവിടെ ആയോണ്ടാ തോന്നുന്നു. എന്നാലും അവിടെ കൊടുങ്ങല്ലൂര് തണുപ്പ് കുറവാണ്, ചൂടല്ലേ, ഇവിടെ തണവാണ്. പിന്നെ നമുക്കിത് വേറൊരു മണ്ണും ഡിഫറൻസ് ഉണ്ടല്ലോ, അതിൻ്റെയാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഇനി ബാക്കി പിന്നെ കാണാം അല്ലെ, കുളിച്ചിട്ട് വരാം. ഇവിടെ എന്താ ഇവിടെ ഒരാൾ എന്തുണ്ടാക്കി കിടക്കുന്നുണ്ട്, എന്താ കൊടുക്കാ? കുളിക്കന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാ. ഞങ്ങളാണ് എനിക്കാ വൈകി, ഇവര് നേരത്തെ വെച്ചില്ലേ, കുളിക്ക 7 മണിക്കാകുമ്പോ വെച്ചു തോന്നുന്നു. ഞങ്ങളെ എനിക്കാ വൈകി. നമ്മള് മീന് പിടിക്കാവാണ്. നല്ല ഇവിടെ പുഴയുണ്ട്, ഞങ്ങളെ അവിടെ ചെറിയ പുഴ 4 അല്ലടാ അവിടെ മീനിപ്പ് ഉണ്ടാവോ? അറിയില്ല. അറിയില്ലേ? കുപ്പിലാ പിടിക്ക? കുപ്പിയാ നല്ലത്. കുണുക്കൻ മീൻ പിടിക്കാനുള്ള സെറ്റപ്പിൽ പോകണ്ട. ഇവിടെ ചെറിയ പണി നടക്കുന്നുണ്ട്, അതാണ് മണ്ണൊക്കെ. മറ്റേ ചെറിയ വ്ളോഗറാവും ഇത്. ഇതാണ് ഇത് പോയാണ്, ഇത് പോയാണ്, അത് പോയാണ്, അത് പോയാണ്. 4 പോയ അവിടെ. നമ്മളിട്ടത് 3-ാമത്തെ പുഴയിലാണ് ഇട്ടത്. 3-ാമത്തെ പുഴയിലാണ് ഇട്ടത്. ഇതാണ് പുഴ. ഇപ്പൊ കാണിച്ചുതരാം. അതാണ് കോളേജ്. ഇത് കോളേജ് പറയണേ. ഏതൊരു പാടത്ത് ഇവിടെ പൂച്ചുട്ടി പോയിട്ട് ഒന്നുമില്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇതിന് പുഴയല്ല, ഇത് തോടാണ്. ഒക്കെ വറ്റിപ്പോയി അല്ല ഉണക്ക. വേറെ ഒന്നുമില്ല കേട്ടാ, ഞങ്ങൾ ചുമ്മാ കമ്മി അടിച്ച് നടന്നിങ്ങനെ വന്നതാണ്. ഇവിടെ നോക്കാൻ വിചാരിച്ച്. അവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ സ്ഥലങ്ങളൊന്നും. അപ്പോൾ അവിടെ കുഞ്ഞനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തര വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് കുളിച്ചു, ഇനി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെയൊക്കെയാണ്. അയ്യോ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും അടുത്ത അയ്യോ അവിടേക്ക് പോകും. അവിടെ വീഴും വീഴും വീഴും. പാ ഇതുപോലെ ഇതൊന്നുമില്ല. വേറെ ഒന്നുമല്ല, പിള്ളേരെ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്നേഹം ഉണ്ടാക്കും. ഇപ്പം എടുത്ത് പറയാണ്, ഒരു എന്താ പറയാ, ഭയങ്കര വേറൊരു മൈൻഡാണ് അത്. എനിക്കറിയില്ല എങ്ങനെ പറയണമെന്നറിയില്ല. ഞാൻ കുഞ്ഞിനെ ഇപ്പം അവർ കണ്ടപ്പോഴും എനിക്കെന്തോ കുറേ ഉമ്മ കൊടുക്കലും, അയ്യോ സ്വന്തം ചോരയ്ക്ക് സ്വന്തം ചോര ഭയങ്കര ഒരു ഇത് തന്നെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര ഒരു, ഞാൻ കണ്ടപ്പോൾ തന്നെ എന്തോ പോലെ തോന്നി. എന്നോടും അതെ ഭയങ്കര സ്നേഹവും. ജാതിക്കില്ലേ ഉണക്ക? ജാതിക്കില്ലേ? മുസ്ലിം സാധനമുണ്ട്, ആ സാധനം പിന്നെ മുളകും എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അസൂരം ഇങ്ങനെ ചോദിച്ച വായിട്ട അതെ. കുണുക്കിന് ഇവിടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ് എന്നെ കൊണ്ട് നടന്നിട്ട്. ഇവിടെ അതാണെങ്കിൽ ഇതാന്നൊക്കെ പറയണ്ടി. വീടല്ലേ ഇതാര്?
അതിന് മേലില് ഒരു സാധനം വെച്ചു. ഇത് എല്ലാവർക്കും ഉണ്ടാക്കും. എല്ലാവർക്കും ഉണ്ടാക്കും. എന്താ ചേട്ടാ ചൂണ്ട പാവിക്ക് മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കൂരിരുൾ കാട്ടിൽ നിന്നമ്മയുണ്ടോ അക്കരെ കുന്നിൽ നിന്നച്ഛനുണ്ടോ കണ്ണുനീർ പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി പോയതാരാണ് മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾ മേട്ടിലെ കണ്ണേ അപ്പോൾ ദാ അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്ന് സൗണ്ടൊക്കെ പോയിരിക്കില്ല. ഹൈലൈറ്റ് മാളിൽ പോയി. പിന്നെ എന്തൊക്കെയോ ഇവിടെ ചെയ്യുന്നതാണ്. ഞാൻ ഹൈലൈറ്റ് മാളിൽ പോയി. പിന്നെ ഏട്ടന് തൃശ്ശൂരിൽ നിന്ന് ഒരു സംഭവം വാങ്ങാനുണ്ടായിട്ടോ ക്യാമറ കടയിൽ നിന്ന്. അപ്പോൾ അത് വാങ്ങി ആ ഹൈലൈറ്റ് മാളിലൊക്കെ പോയി കറങ്ങി വന്ന് ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങി കൊടുന്നിട്ട് വരുമ്പോൾ എന്നിട്ട് ചിക്കൻ വറുത്തത് ചിക്കൻ കറി ഒക്കെ കൂടിയിട്ട് മീൻ വെച്ചത് മീൻ വറുത്തതൊക്കെ വെച്ചിട്ട് അമ്മ എന്നാ ടൈമിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി ഞങ്ങളതൊക്കെ കൂടി കഴിച്ചിട്ട് ഇതാപ്പം ഇങ്ങനെ ഭയങ്കര തൊണ്ടവേദന ഉണ്ടാക്കി. രാത്രി ആവുമ്പോഴാണ് ഞാൻ പകല് ഫുള്ള് ഭയങ്കര ഉഷാറായിരിക്കും. സൗണ്ടിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. രാത്രി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോ എല്ലാം ഡിഫറെന്റ് ആയി വരും. അതല്ല സൗണ്ട് ഒക്കെ മാറി നീലാവോ ഉഷാറാ പോണതുണ്ട്. നീലിയാവാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് എനർജി ഉണ്ടാവും. ഉഷാർ ഫുള്ള് പോവാട്ടെ രാത്രി ആകുമ്പോ. അത് എല്ലാ അസുഖത്തിനും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. രാത്രി തന്നെ നമുക്ക് കൊറേ വട്ടായിട്ടുണ്ട് ടയേർഡാവുക ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ അങ്ങനെ ആക്കുന്നത് കേട്ടാ.
സത്യം പറഞ്ഞ ഈ സൗണ്ട് തിരിച്ചു വന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ നടക്കുന്ന കാര്യമില്ല. ഒരാഴ്ച മേളിൽ വരും. ഇപ്പൊ എനിക്ക് പനി പിടിച്ചിട്ട് തന്നെ ഒരാഴ്ച എന്നിട്ടും മാറുന്ന കാണാനില്ല. ഇതെങ്ങനെ മാറുന്നറിയില്ല. മരുന്ന് കഴിച്ചാൽ മാറും, മരുന്ന് കഴിക്കാത്തോട്ട് മാറില്ല. എനിക്ക് അച്ഛൻ മരുന്നൊക്കെ തന്നാണ്. ഞാന് അച്ഛന്റെ മരുന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് തേങ്ങ കഴിക്കാൻ. മൂക്കൽ വയ്ക്കുന്ന മരുന്നൊക്കെ വെച്ചപ്പോ ഇത്തിരി സമാധാനായി. മരുന്ന് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കഴിക്കാണ്ടാണ്. ഞാൻ പിന്നെ കഴിച്ചു, 2-3 നേരം കഴിച്ചു ഇല്ലേ. പിന്നെ കഴിച്ചില്ല. 3 നേരമൊക്കെ കഴിച്ചു. എനിക്ക് ഏട്ടൻ വായിൽ വെച്ച് തന്നു. കാരണം കഴിച്ചു. അത് നമ്മള് പണിത്തിരക്കിന്റെ ഇടയിൽ വിട്ടുപോകുന്നതാട്ടോ. പിന്നെ എനിക്ക് ചെറിയൊരു മടിയുണ്ട് മരുന്ന് കഴിക്കാൻ. 2-3 നേരം കഴിച്ചു. പിന്നെ ഞാൻ കൊണ്ടുവരാൻ മറന്നു എന്താ ചെയ്യാ. പിന്നെ നമുക്ക് കൊടുങ്ങല്ലൂർ പോയി എടുക്കാന്ന് വെച്ചാൽ രക്ഷയുള്ള കാര്യമില്ല. അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അത് നടന്നില്ല. പിന്നെ നമ്മുടെ കാറ് സർവീസിന് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ആയിണ്ട് തോന്നുന്നു. അപ്പൊ നമുക്ക് തിങ്കളാഴ്ചയൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് തിങ്കളാഴ്ച പോണം. പിന്നെ നമ്മള് എന്തായാലും 2 ദിവസം നിന്നുള്ളൂ കേട്ടാ. സത്യം പറഞ്ഞാൽ വയ്യ. അപ്പൊ എല്ലാരും പറയുന്നുണ്ട് എന്നെ കാണുന്നവരൊക്കെ ഭയങ്കര ക്ഷീണാണ്, ഒരു 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോകും, ഒന്ന് തടിയൊക്കെ വെച്ചിട്ട് പോന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് അവിടെ കൊടുങ്ങല്ലൂർ എത്തിയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മുടെ വീഡിയോസ് ആയാലും കുറവായിരിക്കും. വേറെ ഒന്നല്ല, നമ്മുടെ കുറേ കാര്യത്തിന്റെ ഓട്ടത്തിലാണ്. ഒരു കാര്യത്തിന്റെ കുറേ ഓട്ടത്തിലാണ്. അതെന്തായാലും പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ വരും. അല്ല, ഈ തിങ്കളാഴ്ച അറിയാം അതിനെ കുറിച്ച് ഫുള്ളും. അതിന് ശേഷം ഒക്കെ വീഡിയോയിൽ ചെറുതായിട്ട് പറയാം അല്ലേ. അതിന് ശേഷം പറയാം കേട്ടോ നമ്മള്. അപ്പൊ അത് തിങ്കളാഴ്ച ഏകദേശം ഓക്കെ ഔട്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയാണ്ടിരിക്കുന്നത്. പിന്നെ തിങ്കളാഴ്ച പോയിട്ട് എറണാകുളത്തേക്ക് പോകണം തോന്നുന്നു. ചെറിയൊരു മീറ്റിംഗ് കണ്ട അപ്പൊ പിന്നെ റെസ്റ്റ് ഇല്ല. എന്തായാലും എല്ലാരും ചോദിക്കട്ടെ നിങ്ങൾക്ക് വീട്ടിലിരുന്നോണ്ടേ. പക്ഷെ ഞാൻ ഏട്ടന്റെ കൂടെ പോകും. ഇത്ര ദൂരൊക്കെ ആകുമ്പോ ഏട്ടനെ ഒറ്റയ്ക്ക് വിടാൻ തോന്നൂല. അപ്പൊ ഞാൻ കയറി പോകും അല്ല ഏട്ടാ. അല്ല, സംസാരിക്കുന്ന ടൈം മാത്രാണ് കൂടെ ഉണ്ടാവുള്ളൂ. ബിസിനസ് മീറ്റിംഗ് കൂടെയാണ്, അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റൂല. അപ്പൊ ഞാൻ രണ്ടാളും കൂടെ വേണം ബിസിനസ്സിന്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എല്ലാവർക്കും പനിയാന്ന് തോന്നുന്നു. ഇപ്പൊ കാണുന്നവരൊക്കെ പറയുമ്പോ അവർക്കൊക്കെ പനിയാണ്. ഇപ്പത്തെ ക്ലൈമറ്റിന്റെ തോന്നുന്നു. അല്ല ഇതൊക്കെ നേരത്തെ പറഞ്ഞല്ല, കാത്തിരിക്കുന്ന വിഷയങ്ങളൊന്നും അല്ല കേൾക്കാനും. മനസ്സിലായ വിഷയങ്ങൾ പറയും. ഇവിടെ വന്ന് എന്താണ് അടിപൊളിയാണ്. നമ്മളിതാ എല്ലാവരും കൂടി പണ്ടത്തെ പോലെ സന്തോഷമായി പുറത്തൊക്കെ പോയി വന്നു. അപ്പൊ നമ്മളിന്നൊരു റീൽ ഇട്ടുണ്ടായിട്ട് ഇൻസ്റ്റയില്. അപ്പൊ അതിന് കുറേ നമുക്ക് സപ്പോർട്ട് കമന്റുകൾ വന്നിട്ടുണ്ടായി. നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. 1-2 ഒക്കെ ഉണ്ടായില്ല. പിന്നെ അതെന്തിനും അമ്മേനെ അടിച്ച 2 വർഷം എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. എന്തിനും ഉണ്ടാവും. എന്നാലും നമുക്ക് കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്ത് നല്ല കമന്റ്സ് ഒക്കെ വന്നു. പിന്നെ ഒരു കമന്റ് വന്നു, ആ വീഡിയോ സെറ്റ് ചെയ്താണ്, ഒറിജിനൽ ഒന്നല്ലാണ്. സത്യം പറഞ്ഞത് ഒറിജിനൽ തന്നെയാണ്. അപ്പൊ കുറെ നാൾക്ക് ശേഷം എന്റെ കുണിക്കും കാത്തും അച്ഛനും അമ്മയും പൊന്നിച്ച് ഷിബിജനൊക്കെ കൂടി നല്ല അല്ലേ അടിപൊളിയായിട്ട് കറങ്ങാനൊക്കെ പോയി. ഏട്ടന് സെറ്റല്ലേ? പിന്നെ പിള്ളേരെ ഞാൻ ചോദിക്കും പിള്ളേരോട്. ഇപ്പൊ ഏട്ടൻ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ, പിള്ളേരുടെ ക്യാരക്ടറുകളും. ഇപ്പൊ കാർത്തു എന്ന് പറഞ്ഞാ പപ്പ എന്ന് വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ അടുക്കളയിൽ നിൽക്കണ നേരത്ത് കാർത്തു ഏട്ടന്റെ മേത്തൊക്കെ കയറി ഇരുന്ന് കളിക്കുകയാണ് ഏട്ടന്റെ കൂടെ. ഫുഡ് ഇപ്പൊ ചിക്കൻ വറുത്തതൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഏട്ടന് കൊണ്ടു കൊടുക്കുക. കാർത്തേലും കുണിക്കലും കുണിക്കലും പെൻഡിങ്ങായിട്ടും ശ്രദ്ധ ഫുള്ള് ചേട്ടനേമയാണ് കേട്ടാ. അത് കുണിക്കും കാർത്തിനൊക്കെ അങ്ങനെ തന്നെയാണ്. ഷെബിൻ ചേട്ടൻ തന്നെയാണ് അവർ കൂടുതല്. നമുക്കും അതാണ് ഏറ്റവും സന്തോഷം. ഇപ്പൊ എന്നെ സ്നേഹിക്കായിട്ടും എന്നെ അടുത്ത് ഇങ്ങനെ കാണിക്കായിട്ടും ഏട്ടന്റെ അടുത്ത് കാണിക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഞങ്ങൾ ഇന്ന് മാളിൽ പോയപ്പോ തന്നെ ഞങ്ങൾ എല്ലാം കൈ പിടിച്ചടക്കുമ്പോ കുടുക്ക പിടിപ്പിച്ചിട്ട് അവൻ കൈ പിടിച്ചടക്കുക അല്ലേ. അപ്പൊ നമുക്കത് കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് കേട്ടാ. എല്ലാ ഏട്ടനല്ലേ ഇങ്ങനത്തെ ഭാഗ്യം കിട്ടുള്ളൂ. അളിയനും അനിയത്തിയൊക്കെ ഇത്ര ചെറുത് അല്ലേ, ഭയങ്കര ഭാഗ്യമല്ലോ അത്. എല്ലാവർക്കും അവരുടേതായ ഒപ്പത്തിനുള്ള ഏജുള്ള ഒരു അളിയനൊക്കെയാണ് കിട്ടാറ്. പക്ഷെ ഏട്ടന് പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര ഡിഫറന്റ് ആണ്. അങ്ങനെ പിള്ളേര് ഞാൻ വിചാരിച്ചപ്പോഴൊന്നല്ലട്ടാ. കഴിഞ്ഞ വർഷം ഞങ്ങള് ഇപ്പൊ അച്ചാച്ചൻ മരിച്ചു വന്നപ്പോ ഇവിടെ നിന്നപ്പോ കുണുക്ക് ഞങ്ങളുടെ കൂടെയായിട്ടൊക്കെ കിടന്നത്. ഇന്ന് പിന്നെ അവ അമ്മയുടെ അടുത്ത് പോയി കിടന്നുള്ളൂ. അമ്മ വാടാന്ന് വിളിച്ചത്. അല്ല അവന് ഭയങ്കര ഇഷ്ടം ഞങ്ങളുടെ ഇടയിൽ കിടക്കാൻ. അയ്യോ ഞാൻ ഇങ്ങനത്തെ ഭയങ്കര സ്നേഹമാണ് ഞാനിങ്ങനെ അല്ലേ. രാവിലെ ചേട്ടനെ വിളിച്ചോണ്ട് പോവാ, പന്ത് കളിക്കുക, എന്തൊക്കെ ചെയ്യാന്ന് അവർക്ക് തന്നെ അറിയില്ല. കുറച്ചേരം ഇങ്ങനെ 10 മിനിറ്റ് കൂടുമ്പോ എന്നോട് വന്നിട്ട് ചോദിക്കും, കുഞ്ഞാന്ന് ഇന്ന് പോവില്ലല്ലോ, ഇന്ന് പോയില്ല, എത്ര ദിവസം പോവാൻ. അവർക്ക് ടെൻഷനാണ്, പോവാറായോ. പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും അമ്മയും അച്ഛനും ഉണ്ണികളും ഒറ്റയ്ക്കായില്ലേ.
പല സ്നേഹത്തിന് മുന്നിൽ തോറ്റു ഭയങ്കര ഇതാ അതിപ്പോ അല്ലേ സ്നേഹത്തിന് മുന്നിലെല്ലാം തോറ്റു നമ്മ വിചാരിക്കണമെന്നല്ല ഞാൻ ഭയങ്കരമായിട്ട് ഇത് വിഷമിക്കുന്നത് ആ സ്നേഹത്തിന്റെ മുന്നിൽ തന്നെയാണ്. അല്ല എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കണോന്ന് നമ്മൾ തിരിച്ചു സ്നേഹിക്കും, തിരിച്ചു സ്നേഹിക്കും, അത്രേ ഉള്ളു. അല്ലാണ്ട് നമ്മളോട് ഇപ്പൊ എന്തെങ്കിലും മെക്കെട്ട് ഇറങ്ങുമ്പോൾ തിരിച്ചു മെക്കെട്ട് അല്ലെങ്കിൽ തിരിച്ചു സ്നേഹിക്കും, അത്രേ ഉള്ളു. ഇനി ഇവിടെ വന്ന എന്റെ അച്ഛനമ്മയ്ക്കും ഒക്കെ അറിയാട്ടോ ഇവിടെ വന്നത്, കാരണം അടിയന്തരം വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കണം. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇഷ്ടത്തെ ആൾക്കാരുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യണില്ല. ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പോണ്. പിന്നെ നമ്മളിപ്പോ നല്ല ഹാപ്പി ആയി പോണു. എന്താ വെച്ചാൽ ഇവിടെ വന്നപ്പോ നല്ലത്, നമ്മളെല്ലാരും സെറ്റായി നല്ല സമാധാനമായി പോകുന്നു. പിന്നെ എല്ലാം കാലത്ത് നമുക്ക് പിരിഞ്ഞിരിക്കുന്നതൊന്നും നടക്കണ കാര്യമില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഓക്കെ, പിള്ളേർക്കായാലും സന്തോഷം, എനിക്കായാലും നല്ല സന്തോഷം. ഞാന് നല്ല ഓക്കെ. പിന്നെ എന്നെ നല്ല റെസ്റ്റ് ഒക്കെ എടുത്ത് പണിയൊന്നും എടുക്കാതെ സുഖമായി നടക്കലായിരുന്നു. പണി എടുക്കാതല്ലാണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുമ്പോ ഒരു സമാധാനമാണ്. അല്ല അമ്മ എന്ന് മാത്രല്ല, നമ്മള് ഇരുന്ന് നമുക്ക് വെറുതെ ഇരുന്നിട്ടായാലും കഴിക്കാനും ഇവിടെ ഇരിക്കാനായാലും ഉറങ്ങാനായാലും നമുക്ക് നല്ല ഫ്രീഡാണ്, നമുക്ക് സമാധാനമായിട്ടുള്ള ഉറക്കാണ് അല്ലേ. ഞാൻ ഇവിടെ ഉറങ്ങുമ്പോ അലറാനൊന്നും വെക്കൂല, അലറാൻ അടിച്ചാലും ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എപ്പോഴാണല്ലോ എനിക്കും. അങ്ങനെയാണ് നമ്മളെ വീട്ടിലല്ലേ, നമ്മുടെ അച്ഛനമ്മയൊന്നും പറയില്ല. അമ്മ നേരത്തെ ഒക്കെ എണിച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി, ഞാൻ എപ്പോഴാണ് 8 ഒക്കെ ആയിണ്ടേ. അങ്ങനെയാണ് നമ്മളെ വീട്ടിൽ വരുമ്പോ. പിന്നെ ഈ കെട്ടിച്ചുട്ട പെണ്ണുങ്ങൾക്കുള്ളതാണ് ഈ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ വിഷമം തോന്നും അല്ലേ. ഇത്രയും ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ വിഷമം തോന്നും. അത് നോക്കിയിട്ട് കാര്യമില്ല. ഈ കണ്ണിന്റെ ഉള്ളില് പീല കെട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിട്ട്, അതാണ് ഞാൻ കണ്ണിങ്ങനെ ഇടയ്ക്ക് തൊട്ടുകൊണ്ടിരിക്കണേ. ഒരു ടെൻഷൻ. സത്യം പറഞ്ഞ് സംസാരിച്ച് വരുമ്പോ എനിക്ക് ചുമയും വരുന്നുണ്ടിട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചുമ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോ. രാത്രി മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ചുമ എനിക്ക് തോന്നണ ഇന്ന് രാവിലെ ഉണ്ടാവാഞ്ഞത് അച്ഛനൊക്കെ ഒരു മരുന്ന് തന്നിട്ടുണ്ടായി, ഒരു ഗുളിക തന്നിട്ടുണ്ടായി. അപ്പൊ അതുകൊണ്ടായിരിക്കട്ടെ. പിന്നെ ഇന്നാലും നമ്മളെ അച്ഛൻ്റെ അടിയുന്നേരം അപ്പൊ നമ്മളതൊക്കെ പോയി നമ്മളെ അടിയുന്നേരത്തിന്റെ കാര്യങ്ങളൊന്നും ആയിട്ട് ഇങ്ങനെ എടുത്തില്ല ഉച്ചക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഇട്ടേക്കണത്. ഞങ്ങള് രാവിലെ ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് വീഡിയോസ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പോയി വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തത്. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ഒന്നുമില്ല, ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പിന്നെ നാളെയും കൂടി കഴിഞ്ഞ് മറ്റൊന്നും പോവും. നാളെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകണം. കുണുക്കനും കുണിക്കും പറയണ്ടായി എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകണമെന്ന്. അപ്പൊ അവർക്കും അതൊരു സമാധാനമാണ്. മറ്റൊന്ന് പിള്ളേർക്കും സ്കൂളുണ്ടല്ലോ, അപ്പൊ അവർക്ക് നമ്മള് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് അച്ഛനമ്മയും കുണുക്കനും കുണിക്കായില്ലേ, പൊന്നേച്ചിനോട് ഞാന് അവിടെ ഒക്കെ ആകുമ്പോ അങ്ങനെ ആയി. അപ്പൊ അവർക്കും അതൊരു ഹാപ്പിനെസ് ആവാം. കാർട്ടൂനും അല്ലേ, അല്ല കാർത്തൂന് എല്ലാവരും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വന്നതിന് ശേഷം കാർത്തൂൻ എൻ്റെ കൂടെ തന്നെയാണ്. ഫുഡ് കഴിക്കുകയാണെങ്കിലും എങ്കിലും വിളിക്കാണെങ്കിലും ഒക്കെ എന്നെ വിളിച്ചു കൊണ്ടുപോകാൻ കേട്ടോ. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കുറേ നാൾക്ക് ശേഷം വായിൽ വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ഇത്രയൊക്കെയുള്ള സത്യം പറഞ്ഞ സംസാരിക്കാൻ വയ്യ, എന്റെ സൗണ്ട് അല്ലാണ്ടായി പോയി അല്ലേ. എന്റെ സൗണ്ട് തിരിച്ചു വരട്ടെ വേഗം. എനിക്ക് സൗണ്ട് പോയപ്പോഴാണ് നമ്മുടെ സൗണ്ടിന്റെ വില മനസ്സിലായത്. ഇത്ര നാളെ എന്റെ സൗണ്ട് ഞാൻ വീഡിയോയിൽ കേൾക്കുമ്പോ എന്ത് പൊട്ട സൗണ്ടാന്ന് പറയും, പക്ഷെ സൗണ്ട് പോയപ്പോ എന്റെ സൗണ്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എത്ര പെട്ടെന്ന് സൗണ്ടൊക്കെ വരട്ടെ. അപ്പൊ നാളെ പോണ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി കുറച്ചെടുക്കാല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തരാം. ബൈ ബൈ പറയുന്നില്ലേ, അവർക്ക് വേണ്ടില്ലേ, ഉറങ്ങാൻ പോകണം കേട്ടാ.